കൃഷ്ണൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ പാട്ട് പാടി ഇതാക്കിയോ അങ്ങനെയൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റും. നിങ്ങൾക്ക് ഏത് ദൈവമാണോ അതൊക്കെ കാണാൻ പറ്റും. ഇപ്പം ഞാൻ യാത്ര ഏറ്റവും കൂടുതൽ സായിയാണ്, സായി ഭഗവാന്റെ കൂടെ ഞാൻ നടന്നു പോകുന്നത് എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം സങ്കല്പങ്ങൾ മാത്രമാണ് ലക്ഷ്യമുണ്ടാക്കുക. നിങ്ങൾ ട്രൂലി ദൈവത്തിൽ ലയിക്കാൻ സങ്കല്പിച്ചോളൂ, നിങ്ങൾക്ക് ലയിക്കാം. ഇതാണ് ആത്മീയതയുടെ ഒരു പ്രധാന വ്യത്യാസം. നമ്മുടെ ശ്രദ്ധ മുഴുവൻ പുറത്തോട്ടാണ്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന പുറത്തോട്ടാണ്, ഇല്ലേ? പക്ഷെ സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾ അകത്തോട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങും, പുറത്ത് ശ്രദ്ധയില്ല. ചൂട് എവിടെയുള്ള സർ, ഈ മാനിഫെസ്റ്റേഷനും ഇൻഡ്യൂഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കാരണം പലപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇൻഡ്യൂഷൻസ് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? മാനിഫെസ്റ്റേഷനും ഇൻഡ്യൂഷനും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ അതിനകത്തൊരു മിസ്കോൺസെപ്റ്റ് നമ്മളെടുക്കും. ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമുക്ക് കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ടാകുന്നു എന്നാണ് എൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ഒരു വ്യക്തത ഉണ്ടാകുന്നു. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, സാക്ഷാത്കാരം. അതായത് മുമ്പേ നമ്മളൊരു കാര്യത്തെ തീരുമാനിച്ചു, അത് സംഭവിക്കുക എന്നാണ് മാനിഫെസ്റ്റേഷൻ. അപ്പോൾ ഇൻഡ്യൂഷൻ ഉള്ള ഒരാൾക്കാണ് സാക്ഷാത്കാരം സംഭവിക്കുക. അതായത് നമ്മളൊരു കാര്യത്തെ ആഗ്രഹിച്ചു, ആ കാര്യത്തെ നമ്മൾ കണ്ടു, ഇങ്ങനെയാണ് ഈ സംഭവം, ഇങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്നൊക്കെ നമ്മൾ ആദ്യം കണ്ടു. എന്നിട്ടത് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ നടത്തി, അപ്പോഴത് സംഭവിക്കുന്നു. ഇതാണ് മാനിഫെസ്റ്റേഷൻ ഫോൾ പ്രോസസ്സ്. അപ്പോൾ ആദ്യം നമ്മളൊരു കാര്യത്തെ കാണുന്നു, അനുഭവിക്കുന്നു. ഇത് തന്നെയാണ് ഇൻഡ്യൂഷൻ. ഇൻഡ്യൂഷൻ മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ, ഒന്ന് നമ്മൾ മാനുവലി ചെയ്യുന്നു, എന്നിട്ട് ഞാനത് അനുഭവിക്കുന്നു. മറ്റത് പ്രകൃത്യാ നമുക്കുണ്ടാകുന്നു, ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. ഈ യഥാർത്ഥത്തിൽ അവിടെയാണ് നമ്മൾ ഈ സ്പിരിച്വാലിറ്റി പറ്റി പറയുന്നത്. സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക്, അതായത് നമ്മുടെ ചക്രാസിനെയൊക്കെ പറ്റി പറയേണ്ടി വരും. ഇൻഡ്യൂഷനൊക്കെ പറയുമ്പോൾ ചക്ര പറയാൻ പറ്റില്ല. ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ തേർഡ് ഐ ഓപ്പണിങ്, അജ്ഞാചക്ര ഓപ്പണിംഗ് ആണ് ഇൻഡ്യൂഷൻ എന്ന് പറയുന്നതിനർത്ഥം. അപ്പോൾ നമ്മൾ ഓരോ ചക്രങ്ങളിലും ഓരോ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മുടെ തേർഡ് ഐ ചക്ര ഓപ്പൺ ആകുമ്പോൾ നമ്മൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഓപ്പൺ ആകും. അതിൻ്റെ സയൻറ്റിഫിക് ഇത് പറയും. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് മുൻകൂട്ടി കാണാനുള്ളൊരു കഴിവുണ്ടാകും. എന്ന് വെച്ചാൽ നമുക്ക് ആക്ച്വലി മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ട്. എന്ന് വെച്ചാൽ മുൻകൂട്ടി കാണുക എന്ന് പറഞ്ഞാൽ നോട്ട് സംതിങ് മറ്റൊരു അതീന്ദ്രിയ ജ്ഞാനത്തെ പറ്റിയല്ല ഞാൻ പറയും. നമുക്ക് മുൻകൂട്ടി കാണാൻ വെച്ചാൽ ഇപ്പം നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഇന്ന് 1000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. നിങ്ങൾ ബാങ്കിൻ്റെ ടെർമിനോളജി അറിയാം. 10 വർഷം കഴിയുമ്പോൾ എത്രയാവും അങ്ങനെ 1000 ഡെപ്പോസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം, അല്ലേ? ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമേ. അതെ. അപ്പോൾ നിങ്ങൾ 10 വർഷം കാൽക്കുലേറ്റ് ചെയ്യണ്ടല്ലോ, ഇവിടെ നിന്ന് മനസ്സിലാക്കാമല്ലോ. ഇതേ സാധനം നിങ്ങൾ 10 വർഷം പ്രാക്ടീസ് ചെയ്യുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ടെർമിനോളജി പോവുകയാണ്. ഇപ്പോൾ ഈ കാൽക്കുലേഷൻ നിങ്ങൾ സെറ്റായി, ഇനി മറ്റൊരു കാര്യത്തെ നിങ്ങൾ പോവുകയാണ്. അതായത് നിങ്ങൾ പറയുന്നത് ബജാജിൻ്റെ ഷെയർ ഞാൻ 10 എണ്ണം വാങ്ങിക്കണം 1000 രൂപയ്ക്ക്. 10 വർഷം കഴിയുമ്പോൾ എത്രയാവും? ഇവർ ആൻസർ ഇസ് റെഡി ദെയർ, ഇല്ലേ? അതെ. കാരണം ഇത് മറ്റത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു എനിക്ക് ഇത് ഇത്ര കിട്ടുമെന്ന് അന്നേ അറിയാമായിരുന്നു. ഇത് ആക്ച്വലി ഉള്ളതാണ്. ഇതിനെയാണ് സിമ്പിളായിട്ട് ഞാൻ പറയും. പക്ഷെ അത് അത്ര സിമ്പിളല്ല. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഫാക്ടേഴ്സ് അതിനകത്ത് വരുമ്പോൾ വ്യത്യാസം വരും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇൻഡ്യൂഷനെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ട്, എനിക്ക് ഇൻഡ്യൂഷൻ പവർ ഉള്ള ഒരാളാണ്. പക്ഷെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ചാൽ ഇതൊരു നമുക്ക് അത് എങ്ങനെയാണ് ഇൻഡ്യൂഷൻ വരുന്നത്? അതായത് ഒരാൾ അടുത്തേക്ക് വരുമ്പോൾ അയാളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്താൻ അത്തരത്തിലുള്ള ഇൻഡ്യൂഷൻ ആണോ? നമുക്ക് ഓൾമോസ്റ്റ് അതറിയാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരാളോട് ആർക്കും പറയാനോ പഠിപ്പിച്ചു കൊടുക്കാനോ പറ്റില്ല. ഇതിൻ്റെ റിയൽ എനർജി സയൻസ് എനർജി എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. ഇപ്പം എൻ്റെ ഓറ എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയിൽ വരുമ്പോൾ ഓറ എന്ന് പറയും. ഓറ എന്ന് വെച്ചാൽ ഞാൻ കൾട്ടിവേറ്റ് എടുത്ത എൻ്റെ ഒരു മാനസിക ശാരീരിക, നമുക്ക് 5 ശരീരങ്ങൾ, ഈ ശരീരത്തിൻ്റെ അവസ്ഥയുണ്ട്. ഇത് എത്രത്തോളം ഞാനിതിനകത്ത് ബാലൻസാണ് അത്ര എനിക്കിതിനറിയാം. ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നു, എൻ്റെ ഫിസിക്കൽ ബോഡി ഇവിടെ ഇരിക്കുന്നു, എനിക്കെവിടെ വേണം ലോകത്ത് എവിടെ വേണം സഞ്ചരിക്കാമല്ലോ. എൻ്റെ മറ്റു ബോഡികൾ പോവും, തോട്ട്സ് പ്രോസസ്സ് പോവും, ഒക്കെ പോവും, അങ്ങനെയൊക്കെ നമുക്കെടുക്കാം. പക്ഷേ ഇൻഡ്യൂഷൻ പവർ നമ്മൾ ബിൽഡ് ചെയ്യുന്നത് നമ്മൾ ഓരോ തലങ്ങളെ ഇങ്ങനെ
പ്രോഗ്രാം ചെയ്ത് അല്ലെങ്കിൽ എന്താ പറയുക ഉയർത്തി കൊണ്ടുവരുമ്പോൾ നമുക്ക് മറ്റൊരു തലത്തിലേക്ക് പോകാൻ പറ്റും. മറ്റൊരു തലത്തിലേക്കെന്ന് വെച്ചാൽ ആരും ഇതിനൊരു വല്ലാത്ത തലമായിട്ട് എടുക്കണ്ട, നമുക്ക് സാധാരണ രീതിയിൽ തന്നെ നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഞാൻ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എ സിയിലിരിക്കുന്നത്, ഇവിടെ നമുക്ക് ഒരു ഹിമാലയത്തിൽ തണുപ്പിൽ, ഹിമാലയം എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ തണുപ്പായി അല്ലേ, നമ്മുടെ ചിന്തയിൽ തണുപ്പിലിരിക്കുന്ന അവസ്ഥ നമുക്ക് ഇവിടെ ഇരുന്ന് ഫീൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പറ്റും. നിങ്ങളൊന്ന് ഇരുന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും. ശരീരം തണുക്കും, ശരീരം ഐസ് പോലെയാവും, ഒക്കെ ആക്കാൻ പറ്റും. നമുക്കങ്ങനെ ആക്കാൻ പറ്റും. ഒന്നും ചെയ്യണ്ട, നിങ്ങൾ അതിനെ ഇങ്ങനെ അനുഭവിക്കുക. അതായത് ഇപ്പോഴുള്ള എന്താ വിഷയം എന്ന് വെച്ചാൽ, ഇതാണ് ആത്മീയതയുടെ ഒരു പ്രധാന വ്യത്യാസം. നമ്മുടെ ശ്രദ്ധ മുഴുവൻ പുറത്തോട്ടാണ്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന പുറത്തോട്ടാണ് ഇല്ലേ? പക്ഷെ സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾ അകത്തോട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങും. പുറത്ത് ശ്രദ്ധയില്ല. ചൂട് എവിടെയാണുള്ളത്? പുറത്താണ്. നമ്മൾ അകത്തോട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ അകത്തെ ടെമ്പറേച്ചർ മാത്രമല്ലേ ഉള്ളൂ. അതിന് നമുക്ക് അകത്തോട് ശ്രദ്ധയാകുമ്പോൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ശ്രദ്ധ വരും. എൻ്റെ കാലിലൊരു വേദനയുണ്ട്, ഞാൻ കാലിലേക്ക് നല്ലോണം ശ്രദ്ധിച്ചിരിക്കുകയാണ്. ആ വേദനയില്ല, സിമ്പിൾ കോൺസെപ്റ്റാണ് എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. വേദനയില്ല, എനിക്ക് വേദനയില്ല, അനുഭവിക്കുന്നില്ല. ഞാൻ വേദന അനുഭവിക്കുന്ന മനസ്സിലാണേ അല്ലേ? കുറേ കഴിയുമ്പോൾ വേദന കുറഞ്ഞായിട്ട് അനുഭവിക്കാറുണ്ടോ? അനുഭവിക്കും, സ്വാഭാവികമാണ്. ഇതേപോലെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ ഇതുപോലെ ശ്രദ്ധിച്ചാൽ പറ്റും. പക്ഷേ വീണ്ടും പറയുന്നു, ഇൻഡ്യൂഷൻ ഒരു എക്സ്പ്ലനേഷൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് അല്ല. അത് ഞാൻ ഇൻഡ്യൂഷൻ ഇന്നത് കണ്ടു എന്ന് മറ്റൊരാളോട് പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഈ മെഡിറ്റേഷനിലൂടെ കിട്ടിയൊരു കഴിവാണോ? ഓഫ് കോഴ്സ് മെഡിറ്റേഷനിൽ വളരെ കൃത്യമായി കിട്ടും. അതാണ് മെഡിറ്റേഷൻ. അതായത് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്റ്റേറ്റ് മാറുന്ന കണ്ടില്ലേ? ബീറ്റ സ്റ്റേറ്റിലാണെങ്കിൽ നമ്മൾ ലോകത്തെയാണ് കാണുന്നത്. ആൽഫയിലാകുമ്പോൾ കാമാണ്. ഇനി അടുത്ത തലങ്ങളിൽ ഓരോ ഫ്രീക്വൻസി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രെയിൻ ഓരോന്നും മാറും. അപ്പോഴാണ്, അതായത് സിമ്പിൾ പറഞ്ഞാൽ ബീറ്റ ഫ്രീക്വൻസി ഈ വേൾഡ് ഓപ്പറേറ്റ് ചെയ്യുന്നു. ആൽഫ ഫ്രീക്വൻസിലാകുമ്പോൾ നോർമലായിട്ട് വരുന്നു, കാം ക്വയറ്റായി മാറുന്നു. ഇനി ഡെൽറ്റയിലേക്ക് പോകുമ്പോൾ നമ്മൾ മറ്റൊരു ഫ്രീക്വൻസി ആവും അല്ലേ? നമുക്കിപ്പോൾ കാണുന്നതെല്ലാം ഈ ഫ്രീക്വൻസികളിലേ കാണാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ വേറൊരു ഫ്രീക്വൻസി ആണെങ്കിൽ എനിക്കിത് കാണാൻ പറ്റുമോ? ഞാൻ വേറൊരു അവസ്ഥയല്ലേ? ആ അവസ്ഥ ഞാൻ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയാലോ? അപ്പോഴാണ് ഈ അതീന്ദ്രജ്ഞാനമൊക്കെ ആൾക്കാരിൽ എത്തുന്നത്. ചില ആൾക്കത് അങ്ങനെ പോകും, ചില ആൾ അതിനെ നിർത്തൂല. നോർമലി ഇപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് സ്പിരിച്വാലിറ്റിയിൽ നിന്നും കിട്ടുന്നത്. ഇത് തന്നെയാണ് ആക്ച്വലി സ്പിരിച്വാലിറ്റി നമ്മൾ പറഞ്ഞു. ഞാൻ ഇപ്പോൾ പലരും പറയാറുണ്ടല്ലോ, ഞാൻ കണ്ണടച്ചെന്ന് ധ്യാനിച്ചെന്നപ്പോൾ ശിവ ഭഗവാനെ കണ്ടു, അല്ലെങ്കിൽ മറ്റൊരു ഇവരെ കണ്ടു, കൃഷ്ണൻ അടുത്ത് വന്ന്. ഞങ്ങൾക്ക് മെഡിറ്റേഷൻ എല്ലാവർക്കുള്ള അനുഭവമാണ്. കൃഷ്ണൻ എൻ്റെ അടുത്ത് വന്ന് പാട്ട് പാടി ഇതാക്കി അങ്ങനെയൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റും. നിങ്ങൾക്ക് ഏത് ദൈവമാണോ അതൊക്കെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ജീസസിനെ കാണണോ? ഓക്കെ. നിങ്ങൾക്ക് മദറിനെ കാണണോ? നിങ്ങൾക്ക് ഭഗവാൻ ശിവനെ കാണണോ? നിങ്ങൾക്ക് വിഷ്ണുവിനെ കാണണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ സങ്കല്പ ദൈവം, അതൊരു ഹാലൂസിനേഷൻ തന്നെ ആയിരിക്കത്തില്ലേ? ദൈവം എന്ന സങ്കല്പം തന്നെ ഒരു ഹാലൂസിനേഷൻ അല്ലേ? നമ്മൾ വരച്ചുണ്ടാക്കിയ ഒരു സങ്കല്പമല്ലേ അത്? ഇപ്പം ശ്രീകൃഷ്ണനെ ഞാൻ കണ്ടു അല്ലേ? ഞാൻ ശ്രീകൃഷ്ണനെ കണ്ടു എന്ന് ഞാൻ പറയുന്ന ശ്രീകൃഷ്ണനാണോ നിൻ്റെ മനസ്സിലുള്ള ശ്രീകൃഷ്ണൻ? അല്ല. വ്യത്യാസം ഉണ്ടാവില്ലേ? വ്യത്യസ്തമായ ആവിഷ്കാരങ്ങളാണ് ഈ ദൈവങ്ങൾ എന്ന് പറയുന്ന. ദൈവത്തിൻ്റെ ഈ കാണുന്ന സൃഷ്ടികളെല്ലാം മനുഷ്യനുണ്ടാക്കിയതല്ലേ അല്ലേ? അതിനപ്പുറത്തേക്കൊന്നും ഇല്ലല്ലോ. അപ്പം എൻ്റെ ഹലൂസിനേഷൻ എന്ന് പറയുന്നത് എൻ്റെ ബ്രെയിനിൽ എന്തോ ഒരു സംഭവം ഉള്ളതല്ലേ. എനിക്ക് ബ്രെയിനിനെ ഇല്ലാത്ത ഒന്നിന് പുതിയതായിട്ട് ഒരു സാധനത്തെയും ബ്രെയിൻ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. ഉള്ളതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. ബ്രെയിനാണല്ലോ ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഞങ്ങളൊക്കെ ക്ലാസ്സിൽ വരുന്നു, ഇപ്പോൾ ഞാനടക്കം എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ ഇരിക്കുന്നത് ശിവഭഗവാന്റെ കൂടെ ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും ഞാൻ ഇരുന്നിട്ടുള്ളത് പാർവതിയും ശിവനും ഇരിക്കുന്ന, ഗണപതി ഇരിക്കുന്നത് തൊട്ട് താഴെ ഒരു പീഠത്തിലായിരിക്കും ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ മഞ്ഞുമലയിലായിരിക്കുന്നുണ്ടാവും. ആ അനുഭവിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും. എന്തു വെച്ചാൽ ഞാൻ അവിടെ പോയി എന്നല്ല അർത്ഥം. ഇതെൻ്റെ അപ്പം നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. ഇതാണല്ലോ ഈ ദൈവസങ്കല്പങ്ങളുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ചിലപ്പോൾ ഞാൻ നോക്കും മറ്റൊരു രൂപത്തിലായിരിക്കുമ്പോൾ, ഇപ്പം ഞാൻ യാത്ര ഏറ്റവും കൂടുതൽ സായിയാണ്, സായി ഭഗവാന്റെ കൂടെ ഞാൻ നടന്നു പോകുന്നതൊക്കെ എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അമ്മയുടെ അടുത്ത് ഞാൻ ഇതുവരെ പോയിട്ടില്ല, പക്ഷെ അമ്മയെ എന്നെ അനുഗ്രഹിക്കുന്ന അമ്മയുടെ കൂടെ യാത്ര ചെയ്യുന്നതൊക്കെ ഇതൊക്കെ നമ്മുടെ സങ്കല്പങ്ങളാണ്. ഇതൊക്കെ അത് തന്നെയാണ് മൊത്തത്തിൽ ദൈവത്തിലുള്ളൂ. അപ്പോൾ മെഡിറ്റേഷൻ എന്ന സങ്കല്പത്തെ കൊണ്ടുപോകാൻ എളുപ്പമുള്ള പരിപാടിയാണ്. സങ്കല്പ ശക്തിക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമോ? ഒബ്വിയസ്ലി അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ എന്നോട് ഇരുന്ന് സംസാരിക്കുന്നു,
നിങ്ങളുടെ സങ്കല്പങ്ങളിൽ നിങ്ങൾക്കൊരു പ്രത്യേക ലക്ഷ്യമുണ്ട്. നിങ്ങളിപ്പോൾ സംസാരിക്കുന്നത് കൊണ്ടും ഈ വീഡിയോ നമ്മൾ എടുക്കുന്നത് കൊണ്ടും നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ദാറ്റ് മീൻസ് യുവർ സങ്കല്പം അല്ലേ? ഇല്ലേ? ഈ സങ്കല്പമല്ലേ നമ്മളിപ്പോൾ സംസാരിക്കുന്നത്, ഇല്ലേ? ഇത് തന്നെയല്ലേ നാളെ സംഭവിക്കാൻ പോകുന്നത്. അപ്പം സങ്കല്പങ്ങൾ മാത്രമാണ് ലക്ഷ്യമുണ്ടാക്കുക. നിങ്ങൾ ട്രൂലി ദൈവത്തിൽ ലയിക്കാൻ സങ്കല്പിച്ചോളൂ, നിങ്ങൾക്ക് ലയിക്കാം. നിങ്ങൾ ട്രൂലി ഒരു എന്താ പറയുക, ഭക്തിയെന്നോ അല്ലെങ്കിൽ പരമമായ ഒരു ഇതായി മാറണോ, നിങ്ങൾക്ക് പോസിബിളാണ്. ഇതെല്ലാം നമുക്ക് പോസിബിളാണ്. അതെല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പോലെ ഇരിക്കും. ഞാൻ കൃഷ്ണനെ വിളിക്കുന്നു, ഗുരുവായൂരപ്പനെ വിളിക്കുന്നു. വിളിക്കുന്നവൻ ഗുരുവായൂരപ്പനെ വിളിക്കുന്നു, പക്ഷെ അവൻ്റെ മനസ്സിലുള്ള സങ്കല്പം ഉണ്ണി ആണ്, ഒരു എന്താ പറയുക, കണ്ണനാണ്. പക്ഷേ അതേ സമയത്ത് അതിൻ്റെ ഒറിജിനലായ കണ്ണനെ ഞാൻ വിളിക്കുമ്പോൾ വ്യത്യസ്തമായിരിക്കും, അല്ലേ? ഇതിലേതാണെന്ന് ഞാൻ തീരുമാനിക്കും, അല്ലേ? ഗുരുവായൂർ പോയിട്ട് ആരും എന്താ പറയുക, മധുരയിലുള്ള ഇവരുടെ കൂടെ ഓടി നടക്കുന്ന വലിയ ശ്രീകൃഷ്ണനെ ആരാധിക്കാറില്ല. ഇല്ലല്ലോ. അതെ, അത് അവിടുത്തെ സങ്കല്പമല്ലേ, ആ ക്ഷേത്രത്തിൻ്റെ സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ടല്ലേ നമ്മൾ തിരിച്ച്. അല്ലാതെ ഇതെല്ലാം ഒന്നാണല്ലോ. അപ്പോൾ ഇതെല്ലാം വ്യത്യാസം. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിനെ, വിശ്വാസത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘടകങ്ങൾ. അതിനാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത്.